DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിപേ, ഫോൺപേ പോലുള്ള UPI ആപ്പുകളിലൂടെ പണം നൽകുന്നവരുടെയും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ വഴി പണം നൽകുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന റിസർവ് ബാങ്ക് ഉത്തരവിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിലവിൽ പലരും എല്ലാ മാസവും അടയ്ക്കേണ്ട EMI-കൾ, ഇൻഷുറൻസ് പ്രീമിയം, മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം പോലുള്ളവ ഓട്ടോ ഡെബിറ്റായി പോകുന്ന രീതിയിൽ പേയ്മെന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവർത്തിച്ചു വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതവും സുഗമവുമാക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാൻഡേറ്റ് ചട്ടങ്ങളിൽ സുപ്രധാന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. UPI, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ, പ്രീപെയ്ഡ് വാലറ്റുകൾ എന്നിവ വഴിയുള്ള ഓട്ടോ പേയ്മെന്റുകളിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പുതിയ പ്രവർത്തന ചട്ടക്കൂട് നിലവിൽ വന്നതോടെ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ ലളിതമാക്കുമെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം 15,000 രൂപ വരെയുള്ള സാധാരണ ആവർത്തന ഇടപാടുകൾക്ക് ഓരോ തവണയും OTP ആവശ്യമില്ല. എന്നാൽ ഈ പരിധിക്ക് മുകളിലുള്ള തുകകൾക്ക് ഉപഭോക്താവിന്റെ പ്രത്യേക സ്ഥിരീകരണം നിർബന്ധമാണ്. അതേസമയം ഇൻഷുറൻസ് പ്രീമിയം, മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രിപ്ഷൻ, ക്രെഡിറ്റ് കാർഡ് ബിൽ എന്നിവയ്ക്ക് ഇതിൽ ഇളവുണ്ട്. ഈ വിഭാഗത്തിൽ 15,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ഇടപാടുകൾ OTP കൂടാതെ തന്നെ ഓട്ടോ ഡെബിറ്റ് ആകും. ഓട്ടോ ഡെബിറ്റ് നടക്കുന്നതിന് കൃത്യം 24 മണിക്കൂർ മുൻപ് ബാങ്കുകൾ ഉപഭോക്താവിന് സന്ദേശം അയച്ചിരിക്കണം. പണം സ്വീകരിക്കുന്ന ആളിന്റെ പേര്, കൃത്യമായ തുക, പണം ഈടാക്കുന്ന തീയതി എന്നിവ ഈ സന്ദേശത്തിൽ ഉണ്ടായിരിക്കണം. ഈ സമയപരിധിക്കുള്ളിൽ ഇടപാട് പരിശോധിക്കാനും ആവശ്യമെങ്കിൽ അത് റദ്ദാക്കാനും ഉപഭോക്താവിന് പൂർണ്ണ അവകാശമുണ്ട്. കൂടാതെ മാൻഡേറ്റ് സേവനങ്ങൾക്ക് ബാങ്കുകൾ പ്രത്യേക ഫീസ് ഈടാക്കാൻ പാടില്ല. ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തി കാർഡുകൾ മാറുമ്പോൾ നിലവിലുള്ള മാൻഡേറ്റുകൾ പുതിയ കാർഡിലേക്ക് താനെ മാറാനുള്ള സൗകര്യവും RBI ഉറപ്പാക്കിയിട്ടുണ്ട്. അനധികൃത ഇടപാടുകൾ നടന്നാൽ ഉപഭോക്താവിനുള്ള ബാധ്യത പരിമിതപ്പെടുത്തുന്ന സീറോ ലയബിലിറ്റി ചട്ടങ്ങൾ ഓട്ടോ ഡെബിറ്റുകൾക്കും ബാധകമാണ്. തട്ടിപ്പുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്താൽ ഉപഭോക്താവിന് സംരക്ഷണം നൽകും. ചെറിയ തുകയുടെ ബില്ലുകൾക്ക് തടസ്സമില്ലാത്ത പേയ്മെന്റും വലിയ ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷയും നൽകുന്നതാണ് ഈ പരിഷ്കാരം. അതോടൊപ്പം ഡിജിറ്റൽ പേയ്മെന്റ് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ പണം സംരക്ഷിക്കുന്നതിനായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ RBI ഒരുങ്ങുന്നുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ പൂർത്തിയാകാൻ 1 മണിക്കൂർ സമയമെടുക്കും. 2025 മാത്രം 28 ലക്ഷത്തോളം തട്ടിപ്പ് കേസുകളിലായി ഏകദേശം 22,931 കോടി രൂപ നഷ്ടപ്പെട്ടതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഡീഫേക്ക്, വ്യാജ കോൾ സെന്ററുകൾ തുടങ്ങിയ നൂതന വിദ്യകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ജനങ്ങളെ ചതിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂളിംഗ് ഓഫ് പീരീഡ് സംവിധാനം RBI ആലോചിക്കുന്നത്. തട്ടിപ്പുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പണം അയച്ചാൽ പോലും പണം നഷ്ടപ്പെടാതിരിക്കാൻ ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ഈ ആദ്യ മണിക്കൂർ ഉപഭോക്താവിന് ഏറെ നിർണായകമാണ്. ഈ സമയപരിധിക്കുള്ളിൽ പണം അയക്കുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് തുക കുറയ്ക്കുമെങ്കിലും സംശയാസ്പദമായ ഇടപാടാണെന്ന് തോന്നിയാൽ അത് റദ്ദാക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇടപാട് അസാധാരണമാണെന്ന് ബാങ്കിന് തോന്നിയാൽ ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകാനും വീണ്ടും സ്ഥിരീകരണം തേടാനും ഈ കാലതാമസം ബാങ്കുകളെ സഹായിക്കും. ഭൂരിഭാഗം സൈബർ തട്ടിപ്പുകളിലും 10,000 രൂപയ്ക്ക് മുകളിലുള്ള തുകകളാണ് ഒറ്റത്തവണയായി കൈമാറുന്നതെന്നതും ഈ പരിധി നിശ്ചയിക്കാൻ കാരണമാണ്. അതേസമയം അടിയന്തര ആവശ്യങ്ങൾക്കായി പണമയക്കുന്നവർക്ക് ഈ സമയതാമസം ഒഴിവാക്കാൻ പ്രത്യേക സൗകര്യവും RBI നിർദ്ദേശിക്കുന്നുണ്ട്. വൈറ്റ് ലിസ്റ്റിംഗ് എന്ന രീതിയിലൂടെ സ്ഥിരമായി പണമയക്കുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ മുൻകൂട്ടി അംഗീകരിച്ചു വെച്ചാൽ അവർക്കുള്ള ഇടപാടുകൾക്ക് ഈ 1 മണിക്കൂർ നിയന്ത്രണം ബാധകമാകില്ല. ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അവതരിപ്പിച്ച ഈ ചർച്ചാരേഖയിൽ പൊതുജനങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും അഭിപ്രായം തേടിയ ശേഷമാകും RBI അന്തിമ തീരുമാനമെടുക്കുക. ഇതിലൂടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് കേന്ദ്ര ബാങ്ക് ലക്ഷ്യമിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.